എഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താ ഫസ്റ്റ് തന്നെ ബെഡും റൂമും ഒക്കെ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കേണ്ട. ഇത് നമ്മുടെ പാലക്കാട് പോയതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പാലക്കാട്, കോഴിക്കോട് നിന്നും പാലക്കാട്ടേക്ക് ഒരു യാത്ര പോയതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കത്തും എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുളിച്ച് ഫ്രഷായി റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മളിതാക്കുന്ന ഹൗസ് വാമിങ് നടക്കുന്ന ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട്, വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ. അപ്പം ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റി പിന്നെ ഫോട്ടോ എടുപ്പിലാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഫ്രഷായി ഒന്ന് ചില്ലായില്ലേ. അപ്പോൾ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ ഫാമിലി ആയിട്ടും ഓരോരോ ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ ഫാമിലി എല്ലാവരും കൂടി ആയിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കലും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ചിതാക്കണം ഞങ്ങൾ ആ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ ട്രെയിൻ പാളം പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റും. ആ ഒരു സ്ഥലത്ത് തന്നെ ഇതാക്കുന്ന നമ്മൾ റോഡിൻ്റെ ആ ഒരു നടുവിൽ കൂടി ഇങ്ങനെ ട്രെയിൻ പോകുന്നില്ലേ, ആ ഒരു സംഭവം അങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ഇട്ടിട്ട് ഗേറ്റ് അടിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ഇട്ടിട്ട് നമ്മൾ നിൽക്കാണ്ടോ. നമുക്കൊക്കെ ഒരു പുതുമ തന്നെയാണ്. കാരണം കോഴിക്കോട് ഞങ്ങളുടെ ഭാഗത്തേക്കൊന്നും, ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്കൊന്നും ട്രെയിനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ട്രെയിൻ കാണണമെങ്കിൽ തന്നെ കോഴിക്കോടേക്ക് പോകണം. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് തന്നെ പോകേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നതും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞങ്ങളങ്ങനെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം കണ്ടു നിന്ന് ട്രെയിൻ പോകുന്നതും വരുന്നതൊക്കെ. അപ്പം ഞങ്ങൾ ഇതിൽ തന്നെ ഞങ്ങൾ ട്രെയിൻ കാണാൻ പോകുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വയ്യ കാണിക്കാൻ. അപ്പം നേരെ നമ്മൾ ആദ്യം വീട്ടിലോട്ട് പോവാം. അപ്പോൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തലേന്ന് രാത്രി അങ്ങോട്ട് പോയി പറഞ്ഞില്ല, റൂമിലോട്ട് പോയി. ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ചരക്കാണ് കേട്ടോ, ചരക്ക് വണ്ടിയാണ്. അപ്പോൾ അത് ഇറക്കാനോ അങ്ങനെ എന്തെങ്കിലും കാരണത്താലായിരിക്കും നിർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ അത് മൂവ് ചെയ്യുന്നുണ്ടായിട്ടോ. അപ്പോൾ ഞങ്ങളതൊന്നും ഇങ്ങനെ കണ്ടിട്ടിരുന്ന് മെല്ലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ് ഇതാണേക്കും അറിയില്ല. ട്രെയിനിൻ്റെ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ആ ഒരു ട്രെയിനിൻ്റെ എന്താ പറഞ്ഞില്ല, ആ ഒരു ഭാഗത്തല്ലാത്തത് കൊണ്ടും ട്രെയിനിനെ കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ടൊന്നും എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ട്രെയിനിൻ്റെ മെല്ലെ അങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടിങ് ആയിരിക്കും മാക്സിമം, സ്റ്റാർട്ടിങ് തന്നെ ആയിരിക്കും. സ്റ്റാർട്ടിങ് കഴിഞ്ഞ് ചിലപ്പം സ്പീഡിൽ പോകാൻ മതി ചാൻസ്. പിന്നെ ചരക്ക് വണ്ടിയാണ് കേട്ടോ, ചരക്കാണ്, നമ്മൾ അല്ലാത്ത വണ്ടിയല്ല. അങ്ങനെ ട്രെയിനൊക്കെ ജസ്റ്റ് ഇങ്ങനെ നിർത്തിയിട്ടും അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന്, അപ്പം ഞാൻ വീട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ആദ്യം കയറി. പിന്നെ ഫുഡും കാര്യമൊക്കെ പുറത്തുനിന്ന് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ഫുഡും കാര്യമൊക്കെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞങ്ങൾ കാണാൻ പറ്റി. ഇങ്ങനെ ഇതാക്കണം, ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൂടെ വന്നവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സിട്ട് ഒരു ആളില്ലേ, ഇപ്പോൾ മുന്നിൽ കൂടെ പോയി ആ ആളാണ് കേട്ടോ ഈ വീടിൻ്റെ ഉടമ. വീട്ടിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ടിൻ്റെ വൈഫ്, ഈ ഒരു ഹൗസ് വാമിങ് നടക്കുന്ന ഒരു ഫ്രണ്ടില്ലേ, ആ ഒരു ഫ്രണ്ടിൻ്റെ വൈഫ് ആ ആളാണ് കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൗസ് വാമിങ്ങിന് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ലേറ്റ് ആയതുകൊണ്ട് അതൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു പായ് വിരിച്ചിട്ട് ഞങ്ങൾ നിലത്തായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാനും മക്കളെ കൊണ്ട് ഇരിക്കാനും കിടത്താനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പായിട്ടിട്ട് ഞങ്ങൾ നിലത്ത് കിടന്നു. പക്ഷേ ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെങ്ങനെയാണോ നിൽക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അൽഹംദുലില്ലാ. അങ്ങനെയായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം കഴിഞ്ഞിട്ടോ. അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ബേബി ഉള്ളതുകൊണ്ട് ബേബിൻ്റെ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ അത് നോക്കണം, അതെടുക്കണം, പാലെടുക്കണം. സെർലാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സെർലാക്ക് കലക്കി കൊടുത്തു. അങ്ങനെ ഓരോന്നോരോന്നും അങ്ങനെ കഴിഞ്ഞിട്ടോ. അങ്ങനെ കുറേ മാക്സിമം വീഡിയോസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാക്കണം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ട്രെയിനിൽ നേരെ ഓപ്പോസിറ്റ് തന്നെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് ട്രെയിനാണെന്ന്. ആ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, ഇവിടെ ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട്. ആ ഒരു സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും, ഫാമിലി എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് മക്കൾക്കൊക്കെ ട്രെയിൻ കാണണം. തലേന്ന് രാത്രി ആ സൗണ്ട് കേട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കുറച്ചധികം നടക്കാൻ, ട്രെയിൻ സ്റ്റേഷനിലേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ടോ. പിന്നെ ആ പോകുന്നൊരു ബൈക്കിൽ ഇങ്ങനെ ഒരു വെള്ളം പോകുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു റോഡിൻ്റെ നടുക്കൂടി ആയിട്ടൊരു ചെറിയ ഒരു ചാലിലേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടാക്കി അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോരാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് കത്തി അടിച്ച് ഇങ്ങനെ നടന്ന് പോവാണ്. ബേബീൻ്റെ കയ്യിലില്ല, ബേബീൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാനും എനിക്ക് പറ്റില്ല. ഇല്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത്. അങ്ങനെ കണ്ടോ. പിന്നെ ഈ ഒരു റോഡ് കഴിഞ്ഞിട്ട് ഒരു ഇടവഴിക്കൂടെ ഇങ്ങനെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആരാന്നുള്ള തല്ലൂടലാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ടോ. സംഭവം നല്ല വൈബാണ്. നമ്മൾ ഈ ആസ്വദിക്കുന്ന വൈബില്ല, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വോയിസർ കൊടുത്താലും അത് മനസ്സിലാക്കാനും പറ്റാത്തൊരവസ്ഥ. അത് അനുഭവിച്ച് എന്നെ മനസ്സിലാക്കണം കേട്ടോ. നല്ല ഒരു വൈബ് തന്നെയാണിത്. അപ്പം ഞാൻ വോയിസ് കൊടുക്കാം, മനസ്സിലാക്കാം. എന്തായാലും കുറച്ചൊക്കെ വോയിസ് ഇത് കൊടുക്കാം കേട്ടോ. പോയി എടുത്തേക്ക് എല്ലാരും എടുത്തേക്ക് വൈറലാവില്ല. ഞാൻ പോട്ടെ, എടുക്കാൻ പപ്പ ഉണ്ടല്ലോ. മണി പ്ലാന്റ് ഉണ്ട് നിറച്ചു. ഇച്ചിരി അല്ലാക്കും അങ്ങനെ എടുത്ത് കാണുന്നു ഇങ്ങോട്ടെല്ലാം എടുത്ത് ഫ്ലാറ്റ് ആക്കി തരാം. ഞാൻ കണ്ടതല്ല. ചരക്കല്ലത് എന്റെ മോനുണ്ടായിനി ഒന്ന് അമ്മുവിന്റെ കൂടെ ഉണ്ടാവും. അമ്മു പിന്നെ പോയില്ലേ. മൂവ് ഇവിടെ മുത്താന് ഏതൊട്ടിയാ ഞങ്ങളൊക്കെ നോക്കി ചെയ്യുന്നു. കണ്ടില്ല, നോക്കിച്ചല്ല, പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് ആണെന്ന് വിചാരിച്ചു നോക്കി. പിന്നെ നോക്കിയപ്പോ ഏകദേശം തടിയൊക്കെ ഏകദേശം മെഞ്ഞുണ്ടോ. പിന്നെ നോക്കിയപ്പോ ഷേപ്പില് വന്ന് പിന്നെ കുറച്ച് നോക്കിയപ്പോ അതിന് പിന്നെ നോക്കിയപ്പോ എന്റെ ഓളല്ലേ. ഇവിടെ വരെ ഞങ്ങൾ നേരത്തെ വന്നീനു. ഞങ്ങൾ പറഞ്ഞ ട്രെയിനൊക്കെ കണ്ടാ വന്നെന്ന്. ഞങ്ങൾ ഇവിടെ വന്ന് കൊറേ നിർത്തിട്ടാ പോയി. മുന്നിലുണ്ട്. ഇതാണ് കൊതുക് മുട്ടിട്ട സ്ഥലം. ശരി പോവാ, നമ്മള് കേറാ പോവാ. ട്രെയിൻ ഉണ്ട് ഇപ്പൊ. ഞാനും ലഗേജ് അവിടെ ഇറക്കി വെച്ചിട്ടോ. ഇന്നലെ ആരോ പറഞ്ഞു തല ആരാ നിങ്ങളെന്നെ തല വെക്കണം പറഞ്ഞ മുന്നോ. ആ ഞാൻ പോവാണ് കൂട്ടാതി വൈകും
ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വൈബ്, ഞങ്ങളുടെ ലോകം എന്ന് പറയാലോ. അങ്ങനെ ആ ട്രെയിന് കാണാൻ വന്ന് ഇവിടെ ഇങ്ങനെ പെൻഡിങ്ങിലായിരിക്കാം കേട്ടോ. കുറേ സമയമൊന്നും വേണ്ട, നമ്മൾ 10 മിനിറ്റ് കൂടുമ്പോൾ ഓരോ വണ്ടികൾ വരും. അങ്ങനെ കേട്ടോ കണ്ട്. പിന്നെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, കാരണം നമുക്ക് അറിയില്ല ട്രെയിനിൻ്റെ ഒരു ഇതൊന്നും. എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ്, ട്രെയിനിലൊക്കെ അങ്ങോട്ട് വീണ് പോവും, അത് ഇത് പറഞ്ഞിട്ട് പേടിപ്പിച്ചോണ്ടിരിക്കും. താങ്കൾ എങ്ങോട്ടാണ് യാത്ര? കോയമ്പത്തൂർക്ക്. നിങ്ങളോ എങ്ങോട്ടാ? കന്യാകുമാരി. എല്ലാ ട്രെയിനും ഇവിടെ കിട്ടുമല്ലേ? ഞങ്ങൾക്ക് എന്താ പറയാനുണ്ടോ? താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? കുണ്ടന്മാരെ കൂട്ടി തന്നെ. ഞാൻ മംഗലാപുരം. മാംഗ്ലൂർ. അവിടെ പോയിട്ട് എന്താണ് താങ്കൾക്ക്? അവിടെ ഒരു അമ്മായിന്റെ മോന്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അത് പോവാ. ഇന്നാണോ അങ്ങോട്ട് അല്ല, കഴിഞ്ഞ അടുത്ത ആഴ്ച. താങ്കളുടെ ലാംഗ്വേജ് ഇച്ചിരി വെരി ഞാൻ അല്ല ഇതിപ്പോ എന്താ ചെയ്യേണ്ടിയായിരുന്നു? കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ആക്കേണ്ടി. ഫ്ലുവൻലിയാ. അതന്നെ. I have to go to Mangalore. I think I have an appointment next tomorrow. My friend is housewarming her there. Then after 3 days, we will come back to Lakshadweep. Okay. Then after tomorrow, no. After tomorrow, I have to go. I have to go to Riyadh. Okay. Suddenly it's okay performance. Okay. Thank you. താങ്കൾ എങ്ങോട്ടാണ്? ഞാൻ കാലിക്കറ്റ്. അവിടെ ആരാണല്ലോ? അവിടെ എന്റെ വീടാണ്. പ്യൂർ മലയാളിയാണെന്ന് തോന്നുന്നു. ഞാൻ മലയാളിയാണ്. സൗദിയാണ്. ബംഗാളിയാണ്. കണ്ട ലുക്ക് അതിൽ. കണ്ടില്ലേ? അപ്പോൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്കത്തറകളായിരിക്കും എല്ലാം വന്നപ്പോൾ, അതുകൊണ്ട് മൊത്തത്തിലൊന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല. അപ്പം അങ്ങനെ കാണട്ടോ കഥകൾ ഇതാക്കണം. ഫസ്റ്റ് ഞങ്ങൾ വന്ന ആ ഒരു സമയത്തുള്ള ഫസ്റ്റ് ട്രെയിൻ ഇതാക്കണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പാണ് കേട്ടോ. ഇവിടെ സ്റ്റോപ്പ് കയറുന്നോലും ഇറങ്ങുന്നോലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ കാണുകയല്ലേ, ആ ഒരു ഷോക്കിൽ ഇങ്ങനെ കണ്ണ് തള്ളി പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുത്തിരിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇവിടെ ഇറങ്ങുന്നോലും പോകുന്നോലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കാണട്ടെ. അപ്പോൾ മക്കളെ മാക്സിമം പിടിച്ച് നിർത്തുക കേട്ടോ, പേടിയാവാൻ ഞങ്ങൾക്ക്. അവർ എങ്ങനെങ്ങാൻ വീണാലോ എന്ന് വെച്ചാൽ ഈ ആളാണ് കേട്ടോ സെൽഫിക്കാക്ക, നമ്മളെ ഈ ഹൗസ് വാമിങ് ഉള്ള ആൾ കേട്ടോ. അപ്പം അവരുടെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ അവരും കൂടെ ഞങ്ങളെ വൈകാട്ടിയായിട്ട് ഞങ്ങളെ കൂടെ അവരും പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിന് വന്ന് നിർത്തിയപ്പോൾ സമയത്തുണ്ടല്ലോ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു കേട്ടോ. ഈ ഒരു യൂറിൻ പാസ് ചെയ്ത ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര കേട്ടോ. പക്ഷേങ്കിൽ ഇങ്ങനെ ട്രെയിനിൽ ഞാൻ വിചാരിച്ചില്ലേ, കുറച്ചും കൂടിയൊക്കെ ഡീസൻ്റ് ആവാമായിരുന്നു എന്ന് തോന്നിട്ടോ. അങ്ങനെ കാണുക കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. പെട്ടെന്ന് ഇറങ്ങുക കയറുക, ഒരു കുറച്ച് സമയം മാത്രമേ അവർ അവിടെ ഒരു നിൽക്കും തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അവരെടുത്തിട്ടുണ്ടാവും വണ്ടി. ആ ഒരു സമയത്തിനുള്ളിൽ ശരിക്കും കയറി കഴിയണം അല്ലേ? അപ്പോഴേക്കും നമ്മൾ കയറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ പോകാൻ കഴിയൂല, അങ്ങനത്തെ അവസ്ഥയ്ക്കും അറിയില്ല കറക്റ്റ്. അപ്പം ഒരു ക്ലീനറോ ഇതൊന്നും ഇല്ലല്ലോ, അപ്പം കയറണതോ അറിയൊന്നുമില്ലല്ലോ. അപ്പം അതിൻ്റെ മുമ്പ് പോയിരിക്കണം. എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ് ട്രെയിൻ വന്നു പോയി. നമ്മളിപ്പോൾ ലക്കിടി സ്റ്റേഷനിലാണല്ലോ ഉള്ളത്. ബോർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ലക്കിടി സ്റ്റേഷൻ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ പിന്നെ അത് അടുത്ത ട്രെയിനിന് എല്ലാവരും കാത്തിക്കാണ്. പിന്നെ വീഡിയോസും ഫോട്ടോസും റീലും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ ഫോട്ടോസ് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മക്കളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, മക്കളെ കെയർ ചെയ്യുന്നവർ, അങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരവിടെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. ട്രെയിൻ വെയിറ്റിംഗ് ആണോ എന്നറിയില്ല.
ഒരുപാട് ആൾക്കാർ കിടന്നുറങ്ങുന്നവരും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇങ്ങനത്തെ 2 എണ്ണം പോയി. അപ്പോൾ ടാറ്റയൊക്കെ തന്നിട്ട് ബൈ ബൈ ഒക്കെ പറഞ്ഞോ. എനിക്കാണ് കേട്ടോ തന്നത്. ഇതെന്തായിരിക്കും സംഭവം, മുറിഞ്ഞോ ഇതാണോ എന്താണെന്നറിയില്ല. എന്തായാലും അങ്ങനത്തെ 2-3 എണ്ണം അങ്ങനെ പോയിട്ടോ ആ ഒരു സംഭവം. പിന്നെ ആ ഫോട്ടോ എടുക്കൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ട്രെയിൻ പാളത്തിലോട്ട് ഇറങ്ങി ഓരോരുത്തർ ഫോട്ടോ എടുക്കൽ തുടങ്ങി. ആദ്യം പേടിച്ചവരൊക്കെ പിന്നെ ട്രെയിൻ പാളത്തിലേക്ക് ഇറങ്ങി, പിന്നെ അപ്പുറത്ത് പോയി എടുക്കൽ തുടങ്ങി. അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കൽ തുടങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ ഭാര്യമാർക്ക് നല്ല പേടിയായിരുന്നു. കാരണം ആ ഒരു ട്രെയിൻ പാളത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അപകടങ്ങൾ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വരാമല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടോ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ. എനിക്ക് ഞാൻ നന്നായിട്ട് സംസാരിക്കുമെങ്കിലും പക്ഷേങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും വന്നാലൊക്കെ, പണ്ട് ഞാൻ വയനാട്ടിൽ ട്രിപ്പ് പോയതിൻ്റെ വീഡിയോ ഞാൻ വിട്ടില്ലല്ലോ. ആ ഒരു സമയത്ത് ഞാൻ പിന്നെ സിപ്ലൈനിൽ കയറിയപ്പോഴുള്ള വീഡിയോ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡാണ് എനിക്ക് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒന്നും എനിക്ക് മാക്സിമം താങ്ങാനാവില്ല. എന്തെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര ഇടങ്ങേറ് തന്നെ കേട്ടോ. പിന്നെ ബേബിനൊക്കെ കൈമാറി ഞാൻ പിടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മാക്സിമം ഒരു 1.5 മണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ പോന്നിട്ടോ. 1 മണിക്കൂറായിരിക്കാം, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തന്നെ പോന്ന് തിരിച്ചിട്ട് അങ്ങനെ പോരെ. കുഞ്ഞു വീടുകളാണ്. ഇതൊക്കെയാണ് മാക്സിമം കുറച്ചൊരു വലിയ വീടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നാട്ടിൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ കുറേ മാക്സിമം ഇപ്പോൾ വലിയ വീടുകളാക്കിട്ടോ. അങ്ങനത്തെ ഒന്ന് അപേക്ഷിച്ച് ഇവിടെ കുഞ്ഞു വീടുകളാണ് കേട്ടുള്ളത്. എല്ലാം പോകുന്ന വൈക്കലൊക്കെ കുഞ്ഞു വീടുകൾ, നല്ല പണ്ടത്തെ ആ വീടുകളിൽ നല്ലൊരു വൈബ് തരുന്ന നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇങ്ങനെ നോക്കിപ്പോയി. പിന്നെ കുറച്ചധികം വീടുകളാണ്, വാർപ്പുകളും അങ്ങനത്തെ ഒക്കെ ഉള്ളത്. കൂടുതലും ഓട് വീടുകളൊക്കെ അങ്ങനെ നല്ല ഭംഗിയുണ്ട് സംഭവം കേട്ടോ. കുഞ്ഞു വീടുകൾ കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ ഇതാക്കണം നമ്മൾ ആ ഒരു കുറ്റൂഷ വീട്ടിൽ പോയിട്ട് കുറ്റൂഷ നടക്കുന്ന വീട് കാണിച്ചു തന്നില്ലല്ലോ. ആ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഫർണിച്ചർ ഇടേണ്ട ആവശ്യമില്ലാത്തവർക്കും ഭംഗിയായിട്ട് അവർ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഇൻറ്റീരിയൽ വർക്കൊക്കെ അമേസിങ് ആയിരുന്നു, സൂപ്പർബാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്ന് മാക്സിമം താഴത്തൊരു കുറച്ചൊന്ന് ഞാൻ എടുത്തു തരാം. ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പം കാരണം കൂടുതൽ ആൾക്കാരിങ്ങനെ നിൽക്കുന്ന സമയമല്ല. നമ്മൾ വീഡിയോ എടുക്കുന്ന തലേന്ന് അങ്ങനാണെങ്കിൽ പിന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലേനു. അപ്പോൾ റൂമിലൊക്കെ നിസ്കരിക്കുന്നവരും അല്ലാതെ ഇരിക്കുന്നവരും കിച്ചണിലാണെങ്കിലും ഒക്കെ പടപടായിരുന്നു കേട്ടോ. പടപട മീൻസ് പടയായിരുന്നു. കച്ചറ പിച്ചറ ഉണ്ടാവില്ലേ, കച്ചറ പിച്ചറ മീൻസ് ഫുൾ ആൾക്കാരായിട്ട് മിസ്സായിട്ട് നിൽക്കുന്ന ഒരു സമയമല്ലേ നമ്മൾ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുന്നവരൊക്കെ. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് വൃത്തിയും കാര്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടായിരിക്കില്ല. വൃത്തി നമ്മൾ അലങ്കോലായി എടുക്കുകയെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ റൂമിലാണെങ്കിലും ഒക്കെ നിസ്കരിക്കുന്നവരായിട്ടും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം വീഡിയോ നല്ലോണം എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. ഇൻഷാ അല്ലാഹ് വീഡിയോ ഒക്കെ കേട്ടെങ്കിൽ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അങ്ങനെ കാര്യമൊക്കെയാണ്. ഫർണിച്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, അമേസിങ് ആയി സൂപ്പറാണ് കേട്ടോ. പിന്നെ എല്ലോ മാസ്റ്റർ ബെഡ്റൂമുകളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ടോയ്ലറ്റൊക്കെ എല്ലാ റൂമിലും കൊടുത്തിട്ടുണ്ട്. ഫർണിച്ചറും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഗംഭീരമാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ സമയം ഞങ്ങൾ ഒരു 5 മണി 6 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേന്ന് വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പം അവരങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ ഇന്ന് തിരിക്കിട്ടു. നാളെ സൺഡേ നമ്മൾ വീട്ടിലെത്തണം. അപ്പോൾ ഇന്ന് ഈ ഒരു 5 മണി 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചാൽ രാത്രി ഒരു 10 മണി 11 മണി ആകുമ്പോൾ നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ ഒരു 12 മണിയെങ്കിലും ആകുമ്പോഴേക്കും എത്തണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ തിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു സമയമായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലഗേജും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ആക്കിയതിനോണ്ട് പിന്നെ എവിടെയും നമ്മൾ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് ലഗേജും കാര്യങ്ങളൊന്നും സെറ്റാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ബേബിക്ക് തൊട്ടില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോകേണ്ട വണ്ടിയിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറാനായിട്ട് പോവാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതിലുള്ള ആൾക്ക് മോളിതാത്ത ആളാണ് കേട്ടോ. അവർക്ക്
ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ ഇപ്പം തലവേദന ഒന്നുമില്ല, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. എന്നാലും ഒരു ലോങ് പോകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ കട്ടറിലൊക്കെ ചാടുമ്പോൾ മാക്സിമം റോഡ് മൊത്തം കട്ടറാണല്ലോ, നമ്മളെ നാട്ടിലല്ലേ, എന്തായാലും സോറി നമ്മളെ നാടല്ല, നമ്മളെ ഇതല്ലേ അപ്പോൾ ഇന്ത്യയല്ലേ, അപ്പോൾ കട്ടറൊന്നും ഇല്ലാതെ നിൽക്കില്ല. അപ്പോൾ അതിലൊക്കെ ചാടുമ്പോൾ ഈ ഫുള്ളി ഇതാണ് കേട്ടോ. അതുകൊണ്ട് തലവേദനയും കാര്യമൊക്കെ ആയത് കൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിലിരുത്തിയിട്ടാളാണ്. അപ്പം ഈ ഒരു ബാക്കിലിരിക്കുമ്പോഴാണ് കൂടുതൽ കട്ടറിൽ ചാടുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് തലവേദന എടുക്കാം. അപ്പോൾ മുന്നിലിരുന്ന് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ബേക്കിൽ കഴിക്കും കൂടുതൽ തുള്ളലും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ആൾ മുന്നിലിരുന്ന് പിന്നെ ഫുൾ ചില്ലായിരുന്നു കേട്ടോ. ഫുള്ള് വൈബ് തന്നെയായിരുന്നു. ഞങ്ങൾ സോങ്ങൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ പാട്ടിട്ട് സോങ് ഇട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിച്ച് കഥ പറഞ്ഞാൽ പോകുന്നത് കേട്ടോ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്ത് അതിൽ കൂടെ ഞങ്ങൾ സോങ് ഇട്ടേം കൊണ്ട് ഞങ്ങൾ എത്ര പെട്ടെന്ന് നാട്ടിലെത്തി. ഇങ്ങനെ ചില്ലടിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങൾ നാട്ടിലെത്തിട്ടോ. പിന്നെ അവിടെ ഒരു കെട്ടാങ്ങലുള്ള ഒരു ദോക്കയിൽ ഞങ്ങൾ കയറി. അവിടുന്ന് പിസ്സയും ജ്യൂസും മൊജിറ്റോ ഒക്കെ ഓർഡറാക്കി അവിടുന്ന് കഴിച്ചിട്ടോ. ഞങ്ങൾ രാത്രിയല്ല ഒരു 11:30 മണിയായപ്പോൾ ഞങ്ങൾ ഈ ഒരു ദോക്കയിലുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഏകദേശം ഒരു 12 മണി 12:15 സമയമാകുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. നമ്മൾ വിചാരിച്ച ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നാട്ടിലെത്തുകയും ചെയ്തിട്ടോ. നമ്മൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ നാട്ടിലെത്തുന്നു, അങ്ങനെ തന്നെ പോകുന്നു, അങ്ങനെ തന്നെ ഇവിടെ എത്തുകയും ചെയ്തിട്ടോ. പിന്നെ നമ്മൾ ആ പിസ്സയൊക്കെ നമ്മൾ ഓർഡറാക്കി നമ്മളതൊക്കെ കഴിച്ചു. സ്പൈസിയും അല്ല നോർമലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിട്ടോ ഫൈനലി അൽഹംദുലില്ലാ. അങ്ങനെ ട്രിപ്പൊക്കെ അൽഹംദുലില്ലാ റാഹത്തായി. ട്രിപ്പ് സ്വാമിങ്ങും ഒക്കെ അടിപൊളിയായി മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ അത്രയേക്കാളും നമ്മുടെ വീഡിയോ. അപ്പം ഇതും ഇതിന് മുമ്പത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.